അസ്സലാമു അലൈക്കും. ഞാനൊരു തവ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു 6 വലിയ ഉള്ളി ചെറിയ ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. നൈസാക്കിയിട്ട് കട്ടാക്കി എടുക്കാൻ നോക്കണം. അത് ജസ്റ്റ് ഒന്ന് വാട്ടിക്കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 4 പച്ചമുളക് ചെറിയ ചെറിയ പീസാക്കിയത്, എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, അതും ചെറിയ ചെറിയ പീസാക്കി തന്നെ. ആവശ്യത്തിന് ഉപ്പ്, എല്ലാം കൂടിയിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ വാട്ടിയെടുക്കാം. നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട്. മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. എല്ലാം കൂടി നമുക്ക് പച്ചമണം മാറുന്നത് വരെ വാട്ടിയെടുക്കാം. ഇതുപോലെ ഉണ്ടാകണം. ഞാൻ കട്ടാക്കി കാണിക്കുന്നതാണ്. കഴിവിൻ്റെ പരമാവധി വാട്ടണം. ഇനി മൂടി വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റിന് ശേഷം ലോ ഫ്ലെയിമിലായിരിക്കണം. മൂടി തുറന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് അതൊന്ന് വാട്ടിയിട്ട് ഇപ്പോൾ ഓഫ് ചെയ്യാം. ബീഫ് എടുത്തിട്ടുണ്ട്. ഉപ്പും മഞ്ഞളും ഇട്ട് 4 വിസിലിട്ട് പുഴുങ്ങിയ ബീഫാണ്. അത് ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തതാണ്. അതിൽ നിന്ന് 2-3 പീസ് ബീഫ് എടുക്കുന്നുണ്ട്. വലിയ പീസാക്കിയിട്ടാണ് ബീഫ് പുഴുങ്ങിയെടുത്തത്. കാരണം ഇത് സ്നാക്സിന് മാത്രമായിട്ടുള്ള ബീഫാണ്. അതുകൊണ്ടാണ് 4 വിസിലിട്ടത്. ഓവറായിട്ട് പുഴുങ്ങിയെടുക്കരുത്. ഇത്രയും വേവാൻ പാടുള്ളൂ. അതെടുത്തിട്ട് ഒന്ന് ക്രഷാക്കി എടുക്കാം. ക്രഷാക്കി എടുക്കാനേ പാടുള്ളൂ. പിന്നെ കൂടുതൽ വേവാത്തതുകൊണ്ട് ഇതുപോലെ ക്രഷായി കിട്ടും, അല്ലെങ്കിൽ ഉടഞ്ഞു പോകും. ഇനി മസാലയിലേക്ക് ഈ ബീഫ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു അടിപൊളി സ്നാക്സാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റാണ്. കൂടുതൽ പണിയൊന്നുമില്ല, വേഗമായി കിട്ടും. ഒരൊറ്റ ഇൻഗ്രീഡിയൻസ് ഇതിന് ശേഷം വേണ്ടു. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് മിക്സാക്കി കൊടുത്തിട്ട് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതാ ബീഫ് എടുത്തിട്ടുണ്ട്, ബീഫ് മസാല. കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡ് ഭാഗം നമ്മൾ കളഞ്ഞു കൊടുക്കണം. കുറച്ച് ബീഫ് മസാല എടുത്തിട്ടുണ്ട്. എത്രയാണ് വേണ്ടതെന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കാം. നിങ്ങൾ എത്രയും ആൾക്കാരുള്ളതെന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ചിട്ട് മസാലയും എടുക്കുന്നുണ്ട്. പച്ചവെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ബ്രെഡിൻ്റെ സൈഡ് ഭാഗം കളഞ്ഞു കൊടുത്തിട്ടുണ്ട്. 4 സൈഡ് മുക്കിയ ശേഷം 2 ഭാഗവും മുക്കിയെടുക്കുക. സൈഡ് കുറച്ച് കനം കൂടുതലല്ലേ, അതാണ് പ്രത്യേകം മുക്കുന്നത്. മൊത്തത്തിൽ അങ്ങ് മുക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ടച്ച് ചെയ്തിട്ട് ഇതിൻ്റെ വെള്ളം കളഞ്ഞു കൊടുക്കണം. നന്നായി അമർത്തി കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് ബീഫ് മസാല 1 ടീസ്പൂണോളം വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഉന്നക്കായയുടെ ഷേപ്പിലാണ് ഇത് ആക്കിയെടുക്കുന്നത്. നിങ്ങൾ ഏത് ഷേപ്പാണെന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ചിട്ട് ആക്കിയെടുക്കാം. ബോൾ ഷേപ്പാണെങ്കിൽ കൂടുതൽ പണിയൊന്നുമില്ല, പെട്ടെന്നായി കിട്ടും. ഉന്നക്കായയുടെ ഷേപ്പാകുമ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല, അതുകൊണ്ട് ചെയ്യുന്നതാണ്. ഇതിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. എവിടെയോ ഹോൾസില്ലെന്ന് വിചാരിച്ചാൽ അവിടെ നിങ്ങൾ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം, അമർത്തി കൊടുക്കണം. എണ്ണയും കുടിക്കാത്തൊരു പലഹാരമാണ്. തീരെ എണ്ണ കുടിക്കൂല ഇതിന്. ഞാൻ ഉന്നക്കായ ആയതുകൊണ്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കല്ലേ. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്യണം. നല്ലോണം ഇഷ്ടപ്പെടും. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഏത് സമയത്തും ഉണ്ടാക്കി വെക്കാൻ പറ്റും. ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്തെടുക്കണം. ഇതാ ബ്രെഡിൻ്റെ സൈഡൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് കളയാം. മൊത്തത്തിൽ ഇത്ര ചെയ്തെടുത്തിട്ടുണ്ട്. 10 ചെയ്തെടുത്തിന്. ഇതുപോലെ ഇതാ ഉന്നക്കായുടെ ഷേപ്പിലാണ് ചെയ്തെടുത്തത്. ഇനി നമുക്ക് എണ്ണ തിളക്കാൻ വെക്കാം. എണ്ണ നന്നായി തിളച്ചാൽ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം. ലോ ഫ്ലെയിമിലാക്കരുത്. എണ്ണ നന്നായി കുടിക്കും. എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെ ആക്കാൻ നോക്കണം. സ്നാക്ക് ഉണ്ടാക്കും. ഒരു 5 സ്നാക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. ഓവറായിട്ട് ഇട്ട് കൊടുത്തിട്ട് തിങ്ങി നിറക്കരുത്. അതുപോലെ തന്നെ പെട്ടെന്ന് മറിച്ചിടാനും പാടില്ല. ഒരു ഭാഗം ഫ്രൈ ആയാലും മറ്റേ ഭാഗം ഫ്രൈ ആക്കി എടുക്കാൻ പാടുള്ളൂ. മറ്റുള്ള സ്നാക്ക് മാതിരിയല്ല. തീരെ എണ്ണ കുടിക്കൂല എന്ന് പറഞ്ഞാൽ തീരെ കുടിക്കൂല. ഇനി നമുക്ക് മറ്റേ ഭാഗം ഫ്രൈ ആക്കി എടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ റമ്പന്തില്ലേ, അതിനുശേഷം മറ്റേ ഭാഗം ഫ്രൈ ആക്കി എടുക്കാം. പിന്നെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും. എൻ്റെ മറ്റ് വീഡിയോസും കാണാൻ മറക്കരുത്. ലോങ് വീഡിയോ ഉണ്ട്, ഷോർട്ട് വീഡിയോ ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നവരെങ്കിൽ ഒന്ന് ചെയ്യണേ, മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കാം. മൊത്തത്തിലങ്ങ് ആയിട്ടുണ്ട്. എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു മാറ്റാം. അടിപൊളി സ്നാക്കാണ്. ഈ ബീഫ് മസാലയും ഈ ബ്രെഡും കൂടിയിട്ടാകുമ്പം ബ്രെഡാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഉന്നക്കായനേക്കാളും ടേസ്റ്റാണ്. ബ്രെഡാന്ന് തീരെ മനസ്സിലാവില്ല. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കാത്തവരാണെങ്കിലാണ് ഞാൻ പറയുന്നത്.
എല്ലാം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് 10 എണ്ണയൊന്നും ആവശ്യമില്ലൂ. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.